ഹായ് ഡേയ്സ്, എല്ലാവരും ഓണം ആഘോഷിക്കുന്നതിന് തിരക്കിലാണല്ലോ. അപ്പൊ നമുക്ക് സെറ്റ് സാരിയോ അതുപോലെ തന്നെ ചുരിദാറോ സ്കേർട്ട് ബ്ലൗസ് ഒക്കെ ഇടുന്ന സമയത്ത് വള ചേരുന്ന കണക്കിന് വള കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് പോയി ഇതുപോലെ രണ്ട് ത്രെഡ് എടുക്കുക, ബാങ്കിൾ എടുക്കുക. നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബാങ്കിളാണ് കേട്ടോ. ഞാനിവിടെ ഈ മെറൂണും ഗോൾഡൻ യെല്ലോ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രസ്സിന്റെ കളർ ഏതാണോ ആ കളർ യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലുള്ള പഴയ ബാംഗിൾസ് മതി നമുക്ക്. മുന്നേ നമ്മൾ ബാംഗിൾ ചെയ്തിട്ടുണ്ട് ഫാബ്രിക് വെച്ചിട്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് പൈപ്പിങ്ങോ തിരിച്ചെടുക്കോ ഒന്നും വേണ്ട. ഇതുപോലുള്ള ത്രെഡ് മാത്രം മതി. എളുപ്പത്തിന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഈ ബാംഗിൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ഒരു ത്രെഡ് ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പകുതി നമുക്ക് വേണ്ട, കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോ പകുതി അടുപ്പിച്ച് കട്ട് ചെയ്തെടുക്കുവാണേ. ഈ മെറൂൺ കളറിലൊന്നും യെല്ലോ കളറിലൊന്നും ഇതുപോലെ പകുതി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാലോ ബാംഗിൾ ചെയ്ത് കഴിഞ്ഞ ശേഷം. കട്ട് ചെയ്തെടുത്ത ത്രെഡ് എൻഡ് ഭാഗത്ത് രണ്ട് ത്രെഡും ഒന്ന് കൂട്ടിപ്പിടിച്ച് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഈക്വലായിട്ട് എൻഡ് ഭാഗം ഇതുപോലെ ഈക്വലായിട്ട് വരണം. ഒന്ന് മടക്കി എടുത്താൽ മതി. ഇനിയിപ്പോ രണ്ട് ത്രെഡും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണേ. ഈ യെല്ലോയും ഞാൻ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇടുവാണ്. കറക്റ്റ് സെന്റർ പിടിച്ച് ഇതുപോലെ മടക്കി എടുത്താൽ മതി. കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു ത്രെഡ് ഇതിനകത്താക്കണം. കണ്ടോ? ഈ ഒരു സൈഡ് ഇതുപോലെ ആക്കി എടുത്താൽ മതി. സെന്റർ ഭാഗത്ത് ഇതുപോലെ ആക്കി എടുത്താൽ മതി. കണ്ടോ? ഇപ്പൊ ഒറ്റ ത്രെഡ് പോലെ കിട്ടി. രണ്ട് കളറിൽ ചെയ്തെടുക്കാനാണ്. സിംഗിൾ കളർ ആണെങ്കിൽ നമുക്ക് സിംഗിൾ കളറിൽ ചെയ്യാം. ഞാനിപ്പോ രണ്ട് കളർ യൂസ് ചെയ്യുന്നോണ്ട് ദാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെന്റർ പിടിച്ച് ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് രണ്ട് ബാംഗിൾ എടുക്കണം. ഞാനിപ്പോ ഇതുപോലെ നൈസ് ബാംഗിളാണ് എടുത്തിട്ടുള്ള. ഈ ബാംഗിളിനകത്ത് ഈ ത്രെഡ് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. കണ്ടോ? ഇതിനകത്തൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് കളർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് ബാക്കിലാക്കണം. കറക്റ്റ് ബാക്കിലാക്കിക്കൊണ്ട് ഈ രണ്ട് ബാംഗിൾ കണ്ടില്ലേ, ഈ രണ്ട് ബാംഗിൾ ഇതുപോലെ ഒന്ന് വിടർത്തി ഇതിനകത്തൂടെ ഒരു സൈഡിലുള്ള ത്രെഡ് ഇങ്ങനെ എടുത്താൽ മതി. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ത്രെഡ് ഈ യെല്ലോ കളർ അതുപോലെ ഈ രണ്ട് ബാംഗിളിന്റെ ഇതുപോലെ ഒന്നാക്കി ഇതിനകത്തൂടെ ഇങ്ങനെ എടുക്കണം. കണ്ടോ? ഇതുപോലെ എടുക്കണം. ഒന്നും കൂടെ അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ? ഇനി നമുക്ക് ഈ ത്രെഡ് മെറൂൺ കളറ് ഈ സൈഡ് എടുക്കും, ഈ യെല്ലോ കളറ് ഇപ്പുറത്തെ സൈഡ് എടുക്കും. കണ്ടില്ലേ? ഈ കണക്കിനെടുക്കും. ഇനി യെല്ലോ കളറ് ഈ ബാംഗിളിനകത്ത് കൊണ്ടുവന്ന് ഈ അകവശത്തൂടെ ഇതുപോലെ വലിച്ചെടുക്കും. ഈ മെറൂൺ കളർ ത്രെഡ് ഈ രണ്ട് ബാംഗിളിനിടയിലൂടെ ഇപ്പുറത്തെ സൈഡിൽ ഇതുവഴി ബാംഗിളിന്റെ പുറത്തെടുക്കും. കണ്ടോ? ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് വരും. അത് കഴിഞ്ഞ ശേഷം ഈ മെറൂൺ കളർ പിന്നെയും ഈ സൈഡിലൂടെ ഈ ബാംഗിളിന് അകവശത്തൂടെ ഇപ്പുറത്തെ സൈഡ് എടുക്കണം. ഈ യെല്ലോ ത്രെഡ് ബാംഗിളിന് അകവശത്തൂടെ ഈ രണ്ട് ബാംഗിളിന്റെ അകവശത്തൂടെയാണ് കേട്ടോ ഇപ്പുറത്തെ സൈഡ് എടുക്കണം. ഇതാ ഇതുപോലെ.
നമുക്ക് കെട്ട് കണ്ടോ ഇതുപോലെ വരും, ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പോയിന്റിലൂടെ കണ്ടോ നമുക്ക് കെട്ട് ഇതുപോലെ കിട്ടും. നല്ലപോലെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ത്രെഡ് ഞാനിപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. രണ്ട് ബാങ്കിളിനിടയിലൂടെ ഈ ബാങ്കിളിനകവശത്തൂടെ ഇതുപോലെ എടുക്കണം. ഈ മെറൂൺ കളർ ത്രെഡ് ബാങ്കിളിനകവശത്തൂടെ ഈ സൈഡിലെ ബാങ്കിളിനെ കണ്ടോ ഈ ബാങ്കിളിനകവശത്തൂടെ എടുത്താൽ മതി. ഇനി നമുക്ക് ഈ മെറൂൺ കളർ രണ്ട് ബാങ്കിളിനിടയിലൂടെ ഈ സൈഡിലെടുത്ത് ഈ യെല്ലോ ത്രെഡ് ഇപ്പുറത്തെ സൈഡ് കൊടുത്താൽ മതി. ഈ ബാങ്കിളിന് അകവശത്ത് വെച്ച ശേഷം ഇപ്പുറത്തെ ബാങ്കിളിന് അകത്തൂടെ കണ്ടോ ഇതുപോലെ ഒന്ന് എടുത്തു കൊടുത്താൽ മതി. ഈ കെട്ട് തന്നെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ നമുക്കത് സ്പേസ് കാണും. സ്പേസ് കണ്ടു കഴിഞ്ഞാൽ ഭംഗി വരത്തില്ല. കുറച്ചു ദൂരം ഇതുപോലെ ചെയ്തു വരുമ്പോൾ പിന്നെ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് വള സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിനുശേഷം നമുക്ക് കുറച്ചു ദൂരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടും കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, കണ്ടില്ലേ നമുക്കിപ്പോൾ എത്ര ഭംഗിയായിട്ട് ഈ ബാങ്കിൾ കിട്ടുന്നതെന്ന്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്തെടുക്കുക. ഇനി സിംഗിൾ കളർ മതിയെങ്കിൽ സിംഗിൾ കളർ ഇട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. കണ്ടോ ഇതുപോലെ ചെയ്യാനായിട്ട് നല്ല ഈസി അല്ലേ? എല്ലാവർക്കും നല്ല എളുപ്പത്തിന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഇതുപോലെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിന് മാച്ചിന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് വീടുകളിൽ ബാംഗിൾസ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇത് ഇത്രയൊന്ന് ചെയ്തെടുത്തിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പൊ ഏകദേശം ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ? ഇനിയിപ്പോ നമുക്ക് ഈ ബാങ്കിള് ഇച്ചിരി ഒന്ന് ടൈറ്റ് ആയിട്ട് വരും. ഈ ബാങ്കിളിനകത്ത് ത്രെഡ് ഇറക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സാരമില്ല, നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് ത്രെഡ് ഇതുപോലെ എടുത്തു കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്തു കൊടുത്താൽ മതി. ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ഗ്യാപ്പ് വരാതെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ടൈറ്റ് ആയിരിക്കും ബാങ്കിളുകൾ രണ്ടും തമ്മിൽ. ഒത്തിരി വലിക്കാതെ മെല്ലെ നമുക്ക് ഇതുപോലെ ബാങ്കിളിന്റെ ഉള്ളിലൂടെ കടത്തിയെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഈ ത്രെഡും അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. കണ്ടോ, രണ്ട് ത്രെഡിലും നീഡിൽ കോർത്ത് വേണമെങ്കിൽ ചെയ്യാം. കയ്യിൽ പെടാതെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. നീഡിലിട്ട് കഴിഞ്ഞാൽ നീഡിലില്ലാതെ തന്നെ നമുക്ക് നഖം വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇനി ഇതുപോലെ തന്നെ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇതുപോലെ നഖം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ ബാക്കിലോട്ടൊന്ന് അകത്ത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അത് കഴിഞ്ഞ് നമുക്ക് കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ഒന്നും കൂടെ അടുപ്പിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇത് മതി. നമ്മൾ ഒത്തിരി ഞെരുക്കിയല്ലേ കൊടുത്തത്, ബാക്കിലോട്ട് വലിച്ച്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന്, ഒത്തിരി ടൈറ്റ് വേണ്ട, എന്നാൽ ലൂസും ആവാൻ പാടില്ല. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ബാങ്കിൾ കിട്ടി.
നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയായിട്ട് കണ്ടോ. ഇപ്പൊ ത്രെഡ് നമുക്ക് അകവശത്താണ്, ഇത് കണ്ടില്ലേ, ഇതുപോലെ അകവശത്താണ് നമുക്ക് ത്രെഡ്. ഇതിന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് ഈ ഗമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇത് കണ്ടോ, ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് മാറ്റി കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഇതുപോലെ അകവശത്ത് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗം അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല ഫിനിഷിംഗ് ആയിട്ട് അകവശത്ത് പിടിച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അകവശവും നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇതുപോലെ കിട്ടും. കണ്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തതും നമ്മൾ ഒട്ടിച്ച സൈഡിൽ നിന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയില്ലേ. കണ്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ കുന്തൻ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനത് സ്റ്റോൺസ് കൂടെ ഒട്ടിച്ച് കാണിച്ചു തരാം. ഈ സ്റ്റോൺസ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും നമുക്ക്. സ്റ്റോൺസ് തന്നെ ഒട്ടിക്കണമെന്നില്ല, നമ്മുടെ കയ്യിൽ സീക്വൻസോ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി. കണ്ടോ. ഞാനിവിടെ ബ്ലാക്ക് വൈറ്റ് ഇങ്ങനെ മിക്സ് ചെയ്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ. കണ്ടില്ലേ, നമുക്ക് കടകളിൽ മേടിക്കുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ബാംഗിളോടെ റെഡി ആയിട്ട് കിട്ടി. നമുക്ക് എത്ര കളറിൽ വേണോ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഏത് കളറിൽ എത്ര വള വേണോ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. സിമ്പിൾ അല്ലേ. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ഈ ബാംഗിൾ കിട്ടിയതെന്ന്. നിങ്ങൾക്ക് ബാംഗിൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.